ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പനീർ പൊട്ടറ്റോ സ്റ്റിർ ഫ്രൈ ആണ് ഇന്നുണ്ടാക്കുന്നത്. അതിനായിട്ട് പാനിൽ എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ പനീർ വറുത്ത് മാറ്റി വയ്ക്കണം. കുറച്ച് കാഷ്യൂ കൂടി നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. അത് ഓപ്ഷനിലാണ്, കാഷ്യൂ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുകും വലിയ ജീരകം, പെരിഞ്ജീരകം കൂടി പൊട്ടിച്ച് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച്, സവാള, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റി കുറച്ച് സമയം അടച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പൊട്ടറ്റോ ക്യൂബ്സ് കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഡ്രൈ ഫ്രൈ ആണ്. കുറച്ച് നേരം അടച്ചു വെച്ചാൽ തന്നെ പൊട്ടറ്റോ പെട്ടെന്ന് വെന്ത് കിട്ടും. പൊട്ടറ്റോ നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂവും പനീറും ക്യൂബ്സ് അതിൽ ആഡ് ചെയ്ത് പൊടികൾ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, കുരുമുളക് പൊടി കൂടി ചേർക്കണം. ഒരു നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി. കുറച്ച് ചേർത്താൽ മതി, നല്ല എരിവായി പോവും. പിന്നെ മസാലപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ഒരു ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂടെ പോകുന്ന അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു പനീർ പൊട്ടറ്റോ സ്റ്റിർ ഫ്രൈ റെഡി. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.